ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലിനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ശോഭാ സുരേന്ദ്രന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഉത്തരവായിരിക്കുന്നു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവ് നൽകിയത്. മാർച്ച് 28-ന് കോടതിയിൽ ഹാജരാകാനാണ് ഉത്തരവ്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, കോടതി നടപടികളുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിരന്തരം ഗോകുലം ഗോപാലിന് നേരെ, അതായത് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ, മലയാളികളിലെ പ്രമുഖനായ വ്യവസായി, അദ്ദേഹത്തിന് നേരെ നിരന്തരം ഒരു വേട്ടയാടലായിരുന്നു ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനങ്ങളിലൂടെ നടത്തിയിരുന്നത്. വിജയകുമാർ ഓർക്കുന്നുണ്ടാവും, നിരന്തരമായ വേട്ടയാടൽ. മാത്രവുമല്ല, ഫ്ലവേഴ്സ് ചെയർമാനെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിരന്തരം അപകീർത്തിപ്പെടുത്തിയിരുന്നു. അത്തരം ഒരു വേളയിലാണ് അദ്ദേഹം അപകീർത്തിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ ഫയൽ ചെയ്തു. അതിൽ ഹർജിക്കാരന്റെയും സാക്ഷികളുടെയും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫയലുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഈ പരാതിക്ക് കാരണക്കാരിയായി അപകീർത്തിപ്പെടുത്തിയ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന ഉത്തരവ്, സമൻസ് അയക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം. മാർച്ച് 28-ന് കോടതിയിൽ ഹാജരാകാനാണ് ശോഭാ സുരേന്ദ്രനോട് ഇപ്പോൾ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.